ഒമാനിലെ അത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയാട്ടോ ഇന്ന്. റസ്താക്കിലെ അൽ കസ്ഫ എന്ന ഒരു നീരുറവ തേടിയുള്ള യാത്ര. ഐനൽ കസ്ഫ എന്ന ഒരു പള്ളിയുടെ അടുത്തായിട്ടാട്ടോ ഈ നീരുറവ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാലാവസ്ഥയിലും ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഒരുപാട് അസുഖങ്ങൾക്കായിട്ടുള്ള ഒരു റെമഡി കൂടിയാട്ടോ ഈ ഒരു വെള്ളം. ഈ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാര് അവിടെ വരുന്നുണ്ട്. ഈ കാണുന്നത് റസ്താഖ് സിറ്റി ഗേറ്റ് ആണ് കേട്ടോ. ഒരു കാലത്ത് ഒമാന്റെ തലസ്ഥാനായിരുന്ന റസ്താഖിന്റെ പ്രവേശന കവാടം. ഇതിന്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നിട്ട് മനോഹരമായ റസ്താഖിന്റെ നഗരത്തിന്റെ ഒരു വ്യൂ പോയിന്റ് കാണാം. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മസ്കറ്റിൽ നിന്നും 170 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് ഉള്ളത്. ഒമാൻ സുൽത്താനേറ്റ് ചരിത്രത്തിലെ അബ്ബാസിദ് ഇറ ആ ഒരു കാലഘട്ടത്തില് അബ്ബാസിദ് ഗവർണർ ആയിട്ടുള്ള മുഹമ്മദ് ബിൻ നൂർ ഈ ഒരു ഉറവ നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടും അതിന്റെ ഭാഗമായിട്ട് അത് മൂടിയെന്നും പറയപ്പെടുന്നു. എന്നാൽ അതിനൊരു 10 മീറ്റർ അകലത്തില് ഈ നീരുറവ പിന്നെയും ഉത്ഭവിച്ചെന്നും ഇന്ന് കാണുന്ന ആ ഒരു നീരുറവ അതാണെന്നുമാണ് പറയപ്പെടുന്നത്. നമ്മൾ അങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഐനൽ കസ്ഫ എന്ന് പറയുന്ന ആ ഒരു പള്ളി. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടുന്ന് കുറച്ച് അകലെയായിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒതുകൊടുക്കാന് ഈ കസ്ഫയിൽ നിന്നുള്ള വെള്ളം ആട്ടോ വരുന്നത്. ഈ വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറ കെട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കാലിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ, അങ്ങോട്ടേക്ക് പോവാണ്. ഈ വെള്ളം 45 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമുക്ക് കാലിടാന് ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. 2-3 പ്രാവശ്യം കാലില് വെള്ളത്തിൽ ഇട്ടും എടുത്തും അങ്ങനെ നമ്മളൊന്ന് തയങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാല് വെള്ളത്തിൽ മുക്കിയിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ആ ഒരു ഉറവ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഉറവയിൽ നിന്നും പല ചാലുകളാക്കി തിരിച്ചിട്ടാണ് കേട്ടോ പല ഭാഗത്തേക്കും ഈ വെള്ളം എത്തിക്കുന്നത്. ഈ വെള്ളത്തിൽ സൾഫറിന്റെ അളവ് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഇത് പല രോഗങ്ങൾക്കും ശമനത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒമാനിലുള്ളവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു സ്പോട്ട് ഒന്ന് വന്ന് കാണണം കേട്ടോ. ഇങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്പോട്ടിലേക്ക് പോവാണേ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട റസ്താഖിന്റെ സിറ്റി ഗേറ്റിന്റെ ആ ഒരു വ്യൂ പോയിന്റിലേക്കാട്ടോ നമ്മൾ ഇനി പോകുന്നേ. പടിഞ്ഞാറൻ ഒമാനിലെ ഈ ഒരു ഗോപുരം പണ്ട് കാലത്ത് റസ്താഖിന്റെ ഒരു അഭിമാനമായിരുന്നു കേട്ടോ. റസ്താഖ് നഗരത്തിലേക്ക് കടന്നു പോകുന്നവരെയും അവിടുന്ന് തിരിച്ചു പോകുന്നവരെയും നിയന്ത്രിക്കുകയും അതുപോലെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന ചരക്കുകളെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഇന്ന് ഇത് ഒമാന്റെ ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ആ കാണുന്നതാണ് റസ്താഖ് നഗരം. അങ്ങനെ റസ്താഖ് നഗരത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ഒമാന്റെ ആ ഒരു പൗരാണികത എപ്പോഴും കാണാൻ പറ്റും, കെട്ടിടങ്ങളിലും പള്ളികളിലും എല്ലാം. ഇനി നമ്മൾ പോകുന്നത് റസ്താഖിലെ അൽ ഹസം ഫോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലേക്കാണ് കേട്ടോ. ഈ ഒരു ഫോർട്ട് ശരിക്കും കാണേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് സമയം അതിക്രമിച്ചതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറുന്നില്ല. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമില് നമ്മള് കുട്ടികൾക്ക് കുളിക്കാനൊക്കെ ഉള്ള ചെറിയ സൗകര്യമുണ്ട്. അപ്പോ ചായയും കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഈന്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടാട്ടോ ഇത്. അപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. കുട്ടികളെല്ലാം വെള്ളത്തിൽ നല്ല കളിക്കാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിലുള്ള കുളിയെല്ലാം കഴിഞ്ഞു. നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ച് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് പിരിയാണ്.
അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.